വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫി-ഹെൽമൻ കീ എക്സ്ചേഞ്ച് അൽഗോരിതം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പബ്ലിക് കീ എൻക്രിപ്ഷൻ സ്കീമിൽ വരുന്ന കുറച്ച് അൽഗോരിതംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ ഡിഫി-ഹെൽമൻ കീ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് സ്പെസിഫിക്കലി ഡിവോട്ടഡ് ടു എക്സ്ചേഞ്ചിങ് ക്രിപ്റ്റോഗ്രാഫിക് കീസ് ഓവർ എ പബ്ലിക് ചാനൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു എൻക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതം അല്ല. നമുക്കിവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കീ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്കീമും അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് മാത്രമാണ്. അപ്പോൾ ട്രഡീഷണലായിട്ട് ഈ അതായത് ഒരു എൻക്രിപ്ഷൻ സ്കീമിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു കീ ഷെയർ ചെയ്ത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്ന, ഒരാൾ മറ്റൊരാൾക്ക് ഒരു ഫിസിക്കൽ ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറേയധികം പ്രശ്നങ്ങളുണ്ടാവും അല്ലേ, നമുക്കത് അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഡിഫി-ഹെൽമൻ കീ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി സെക്യൂർ ആക്കുന്നതിനായിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഈ ഒരു കീ എക്സ്ചേഞ്ചിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് അവർക്ക് മുന്നേ തന്നെ ഒരു പരിചയം ഉണ്ടാവണം എന്നില്ല. അതുപോലെ തന്നെ ഇതൊരു ഇൻസെക്യൂർ ചാനലിലൂടെ തന്നെയാണ് ഈ കീ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു കീ എക്സ്ചേഞ്ചിന് ശേഷം രണ്ടുപേരുടെ കയ്യിലും, അതായത് രണ്ട് പാർട്ടീസിൻ്റെ കയ്യിലും ഒരു സീക്രട്ട് കീ കിട്ടും. അതാണ് നമ്മളുടെ ഡിഫി-ഹെൽമൻ കീ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ലാർജ് ക്രിപ്റ്റോഗ്രാഫിക് കീ ഈ ഒരു അസിമെട്രിക് എൻക്രിപ്ഷൻ സിസ്റ്റത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും എൻക്രിപ്ഷൻ കീസ് പരസ്പരം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതമാണ് ഡിഫി-ഹെൽമൻ അൽഗോരിതം. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഈ ട്രാൻസ്മിഷൻ്റെ ഇടയ്ക്ക് മറ്റൊരാൾ വന്ന് ഈ ഒരു അതായത് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് വേറൊരാൾ വന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഡിഫി-ഹെൽമൻ അൽഗോരിതത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു കീ എക്സ്ചേഞ്ചിന് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന ഒരു അൽഗോരിതമാണ് ഡിഫി-ഹെൽമൻ കീ എക്സ്ചേഞ്ച് അൽഗോരിതം. അപ്പോൾ ഇത് പബ്ലിക് കീ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്, ഒരു സീക്രട്ട് കീ ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശം ത്രൂ പബ്ലിക് ചാനലിലൂടെ തന്നെ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂർ ചാനലിലൂടെ തന്നെയാണ് ഈ കീ ഷെയർ ചെയ്യുന്നത്. പക്ഷെ സീക്രട്ട് വേസിലൂടെയാണ് ഈ ഒരു കീ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് വാട്ട് ഈസ് എ പ്രിമിറ്റീവ് റൂട്ട്. അപ്പോൾ നമുക്കൊരു നമ്പർ, ഒരു പ്രൈം നമ്പർ, ദറ്റ് ഈസ് ഇവിടെ 7 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഈ 7ന്റെ പ്രിമിറ്റീവ് റൂട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സപ്പോസ് എ എന്ന് പറയുന്ന നമ്പർ 7 എന്ന് പറയുന്ന നമ്പറിന്റെ പ്രിമിറ്റീവ് റൂട്ട് ആണെങ്കിൽ a⁻x mod 7 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ്, വേറെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 തൊട്ട് 1, 2 എറ്റ്സെട്ര അപ് ടു 7-1, ദാറ്റ് ഈസ് 6 വരെയുള്ള വാല്യൂസിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് എല്ലാം എന്തായിരിക്കണം, യൂണിക് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് ദാറ്റ് 7 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് പറയാം. നമ്മൾ എടുക്കുന്ന നമ്പർ, പ്രൈം നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 7ന്റെ പ്രിമിറ്റീവ് റൂട്ട് ആണോ 3 എന്ന് ചെക്ക് ചെയ്യാം. സോ 3 പ്രിമിറ്റീവ് റൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ 3 അതായത് 3x mod 7 നോക്കുക. അപ്പോൾ എക്സിന്റെ വാല്യൂ 1 തൊട്ട് 7-1 വരെ വേരി ചെയ്യുക. അപ്പോൾ നമുക്ക് 3 mod 7, 2 mod 7 അപ് ടു 3 mod 7 വരെയുള്ള വാല്യൂസ് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഓരോ വാല്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എല്ലാം എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. 3 mod 7 3, പിന്നെ 2, 6, 4, 5, 1 അതാണ് കിട്ടുന്നത്. ഇനി അതിനുശേഷം റിപ്പീറ്റ് ആയിട്ട് വരാം, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ 7 എന്ന് പറയുന്ന ആ നമ്പറിന് മുന്നേ ഉള്ള പവർ വരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ 3 ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 7 എന്ന് നമുക്ക് മനസ്സിലാക്കാം. സിമിലർലി 5ഉം എന്ത് തന്നെയാണ്, 7 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഒരു പ്രിമിറ്റീവ് റൂട്ടായിട്ടാണ് 5ഉം കിട്ടുന്നത്. ഇവിടെ 5 mod 7, 2 mod 7, 3 mod 7 ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. സോ 5 ഈസ് ഓൾസോ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 7 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് 7ന്റെ മറ്റു പ്രിമിറ്റീവ് റൂട്ട്സ് നോക്കാം. 2 പ്രിമിറ്റീവ് റൂട്ട് ആണോ എന്ന് നോക്കാം. അപ്പോൾ 2 mod 7 2 കിട്ടി.
അഗെയിൻ 2⁴ മോഡ് 7 2 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരേപോലുള്ള രണ്ട് വാല്യൂസ് വരുന്നുണ്ട് വിത്തിൻ ദാറ്റ് വാല്യൂസ്, അതായത് അല്ലെങ്കിൽ ആ ഒരു 2⁶ മോഡ് 7 വരെയുള്ള വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് സിമിലർ വാല്യൂസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് 2 ഈസ് നോട്ട് എ പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയാം. സിമിലർലി 4ലും 6ലും ഇതേ ക്രൈറ്റീരിയസ് തന്നെ വരുന്നുണ്ട്. 4⁻1 മോഡ് 7ഉം 4⁴ മോഡ് 7ഉം 4 തന്നെയാണ്. 6⁻1 മോഡ് 7ഉം 6⁻3 മോഡ് 7ഉം 6 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ 4ഉം 2ഉം 6ഉം എന്ന് പറയുന്നത് നമ്മൾ 7ന്റെ പ്രിമിറ്റീവ് റൂട്ടായിട്ട് എടുക്കാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മളിവിടെ ഡിഫി-ഹെൽമാൻ എക്സ്ചേഞ്ചിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയാം. സോ ഇനിഷ്യലി നമ്മൾ പറഞ്ഞില്ലേ ഒരു പ്രൈം നമ്പർ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രൈം നമ്പർ എന്തായിരിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ പ്രിമിറ്റീവ് റൂട്ട് എന്തായിരിക്കണം എന്നുള്ളതും ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ പങ്കെടുക്കുന്ന രണ്ട് പാർട്ടീസും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവർ രണ്ടുപേരും കോമൺ ആയിട്ട് എഗ്രി ചെയ്യുന്ന രണ്ട് ഗ്ലോബൽ വാല്യൂസ് ആണ് പിയും ജിയും, അല്ലെങ്കിൽ നമുക്കൊരു മോഡുലസ് നമ്പറും അതിൻ്റെ പ്രിമിറ്റീവ് റൂട്ടും. സോ ആലിസ് എന്ന് പറയുന്ന ആള് ബോബ് എന്ന് പറയുന്ന ആൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഒരു മെസ്സേജ് അയക്കുന്നത്. സോ ആലീസും ബോബും ആണ് ഈ ഒരു കോൺവെർസേഷനിൽ പങ്കെടുക്കുന്നത്. സോ ഇനിഷ്യലി ആലീസ് എന്ത് ചെയ്യുന്നുണ്ട്, ആലീസിന്റെ കയ്യിൽ ഒരു പ്രൈവറ്റ് കീ ഉണ്ട്. അത് ആലീസിന് മാത്രം അറിയാവുന്ന ഒരു കീ ആണ്. സോ ഈ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ടും ഇനി എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ മോഡുലസ് ഫംഗ്ഷൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ആലിസ് എന്ത് ചെയ്യും, ആലിസിന്റെ ഒരു പബ്ലിക് കീ ജനറേറ്റ് ചെയ്യും. അപ്പോൾ പബ്ലിക് കീ ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ പ്രിമിറ്റീവ് റൂട്ട്, ദാറ്റ് ഈസ് g⁻a mod p എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് a എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുന്നു. a വിൽ ബി ദ പബ്ലിക് കീ ഓഫ് ആലിസ് ആയിരിക്കും. സോ അതാണ് എന്ത് ചെയ്യുന്നത്, ബോബിന് അയച്ചു കൊടുക്കുന്നത്. ദ സെയിം വേ ബോബ് എന്ത് ചെയ്യുന്നുണ്ട്, ബോബിന്റെ കയ്യിൽ ഒരു പ്രൈവറ്റ് കീ ഉണ്ട്. ദെൻ ഈ നമ്മുടെ ഗ്ലോബൽ വാല്യൂസ് ഉപയോഗിച്ചിട്ട് അതിന്റെ പബ്ലിക് കീ ജനറേറ്റ് ചെയ്യും. അതാണ് ആലീസിന് അയച്ചു കൊടുക്കുന്നത്. ഇനി ആലീസും ബോബും എന്താ ചെയ്യുന്നത്, ഇപ്പൊ ഇവരുടെ കയ്യിൽ കിട്ടിയ പബ്ലിക് കീ ഉപയോഗിച്ചിട്ട് അവരുടെ സീക്രട്ട് കീ ജനറേറ്റ് ചെയ്ത് നോക്കും. s=b⁻a mod p, s=a⁻b mod p. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് ഇപ്പോൾ കിട്ടിയത്, ഷെയർഡ് സീക്രട്ട്. അതെന്ന് പറയുന്ന ഒരു കോമൺ വാല്യൂ ആയിരിക്കും. സോ ഇങ്ങനെയാണ്, അത് ഡയറക്റ്റ് ആയിട്ടും ഈ കീ ത്രൂ ദ മീഡിയം അയച്ചു കൊടുക്കാതെ അവർ പബ്ലിക് കീ അയച്ചു കൊടുക്കുന്നു. പബ്ലിക് കീയും അവരുടെ പ്രൈവറ്റ് കീയും ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷെയർഡ് സീക്രട്ട് കീ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. സോ അപ്പോൾ ഇതിന്റെ അൽഗോരിതം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ മറ്റൊരു ഇല്ലസ്ട്രേഷൻ കാണിച്ചിരിക്കുന്നത്, ഇവർ രണ്ടുപേരും കോമൺ ആയിട്ട് ഒരു പെയിന്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ദെൻ അതിന്റെ കൂട്ടത്തിൽ അവരുടെ പ്രൈവറ്റ് കീസും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു കളർ കിട്ടും. സോ ഈ കളറാണ് ആലീസ് ബോബിന് അയക്കുന്നത്, ബോബ് ആലീസിന് അയക്കുന്നത് ബ്ലൂ കളർ. ദെൻ എഗെയിൻ ഈ പ്രൈവറ്റ് കീ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇവർക്കൊരു കോമൺ കളർ കിട്ടും. രണ്ടുപേർക്കും ഒരു കോമൺ കളർ ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് വിൽ ബി ദെയർ കോമൺ കീ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് കുറച്ചുകൂടി നമ്മുടെ അൽഗോറിതമിക് രീതിയിൽ പറയാം. ആദ്യം നമുക്ക് രണ്ട് ഗ്ലോബൽ എലമെന്റ്സ് ആണുള്ളത്. ക്യൂ, ഇവിടെ പിക്ക് പകരം ക്യൂ ആണ് യൂസ് ചെയ്യുന്ന വേരിയബിൾ നെയിം. സോ പ്രൈം നമ്പർ ആണ് ക്യൂ. അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഒരു പ്രിമിറ്റീവ് റൂട്ടാണ് ആൽഫ. സോ ആൽഫ ഇസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് ക്യൂ. ദെൻ ആലിസ് കീ ജനറേഷൻ ആയിട്ട് ഇനി എന്താ ചെയ്യുന്ന, ആലിസിന്റെ ഒരു പ്രൈവറ്റ് കീ ഉണ്ട് XA. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് <q ആയിരിക്കണം. ദെൻ XA ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ പ്രിമിറ്റീവ് റൂട്ട് വാല്യൂ ഉപയോഗിച്ചിട്ടും ആലിസ് എന്ത് ചെയ്യുന്നു, അതിന്റെ പബ്ലിക് കീ ജനറേറ്റ് ചെയ്യുന്നു. YA = α⁻XA mod q. ഓക്കെ, ദെൻ സെയിം വേ ബോബ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു പ്രൈവറ്റ് കീ ഉണ്ട് XB വിച്ച് ഈസ് ഓൾസോ <q. ദെൻ അത് ഉപയോഗിച്ചിട്ട് YB കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. YB എന്ന് പറയുന്നത് α⁻XB mod q. അപ്പോൾ രണ്ടുപേരും പബ്ലിക് കീ ജനറേറ്റ് ചെയ്തു. ഇനി അടുത്ത് എന്താ, സീക്രട്ട് കീ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആലീസ് ആണെന്നുണ്ടെങ്കിൽ ബോബിന്റെ പബ്ലിക് കീയും അതിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്യും. അപ്പോൾ YB⁻XA mod q. ദെൻ ബോബ് ആണെങ്കിൽ YA⁻XB mod q യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് എന്ത് കിട്ടി, ഈ ഒരു സീക്രട്ട് കീ കിട്ടി. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ രണ്ടുപേരും ഉപയോഗിക്കുന്ന പ്രൈം നമ്പർ ആയിട്ട് ചൂസ് ചെയ്തത് 7 ആണ്. സോ 7 യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയുന്നത് either 3 and 5 എടുക്കാം. ഇവിടെ 5 ആണ് എടുത്തത്. സോ ഇനി ആലീസ് കീ ജനറേറ്റ് ചെയ്യാനായിട്ട് ആലീസ് അതിൻ്റെ പ്രൈവറ്റ് കീ ആയിട്ട് 3 എന്നുള്ള വാല്യൂ എടുത്തു. സോ ആ വാല്യൂ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പബ്ലിക് കീ ജനറേറ്റ് ചെയ്തു. α⁻XA mod q, that is 5³ mod 7, that is equal to 6.
ദെൻ ഇതുപോലെ തന്നെ ബോബ് ജനറേറ്റ് ചെയ്തു. ബോബിൻ്റെ പ്രൈവറ്റ് കീയുടെ വാല്യൂ 4 ആണ്. ദെൻ അതുപയോഗിച്ച് അതിൻ്റെ പബ്ലിക് കീ ജനറേറ്റ് ചെയ്തു. ആൽഫ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ 5 to 4 mod 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്നായി. ദെൻ ഇനി അപ്പോൾ ആലിസിൻ്റെ കയ്യിലും പിന്നെ ബോബിൻ്റെ കയ്യിലും അവരുടെ പ്രൈവറ്റ് കീസും ഉണ്ട്, പബ്ലിക് കീസും ഉണ്ട്. ദെൻ ഇവരുടെ സീക്രട്ട് കീ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആലിസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വിത്ത് ബോബിൻ്റെ പബ്ലിക് കീയും അതിൻ്റെ പ്രൈവറ്റ് കീയും യൂസ് ചെയ്തിട്ട് YB⁻XA മോഡ് ക്യൂ ഉപയോഗിച്ചപ്പോൾ 1 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പം ബോബും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ K is equal to 1 എന്നുള്ള വാല്യൂ കിട്ടി. ദിസ് ഇക്വേഷൻ YA⁻XB മോഡ് ക്യൂ അപ്പോൾ 1 എന്നുള്ള വാല്യൂ കിട്ടി. സോ അവരുടെ രണ്ടുപേരുടെ കയ്യിലും ആ സീക്രട്ട് കീയുടെ വാല്യൂ 1 എന്നായിട്ട് കിട്ടി. സോ അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലം കറക്റ്റ് ആണെങ്കിൽ ഈ കിട്ടുന്ന സീക്രട്ട് കീ എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. സോ അപ്പോൾ ഈ രീതിയിലാണ് ഡിഫി-ഹെൽമാൻ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പം രണ്ട് പാർട്ടീസ് ഒരു കോമൺ സീക്രട്ട് കീ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുപയോഗിക്കുന്ന പ്രൈം നമ്പർ തന്നിട്ടുണ്ട്, മോഡുലസ് വാല്യൂ തന്നിട്ടുണ്ട്, പ്രിമിറ്റീവ് റൂട്ട് എന്താണെന്ന് തന്നിട്ടുണ്ട്. പാർട്ടി എയുടേത് പ്രൈവറ്റ് കീ തന്നിട്ടുണ്ട്, പാർട്ടി ബിയുടെ പ്രൈവറ്റ് കീ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് നിങ്ങൾ ആദ്യം എഴുതിയെടുക്കുക. Q is equal to 7, alpha is equal to 3, XA is equal to 2 and XB is equal to 5. സോ അത് വെച്ചിട്ട് യൂസർ എ കീ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. XA ലെസ് ദാൻ Q ആയിട്ട് എടുത്തു. അത് ഓൾറെഡി തന്നിട്ടുണ്ട് 2 ആയിട്ട്. സോ ആൽഫ റേസ് ടു XA മോഡ് Q എന്ന് പറയുമ്പോഴത്തേക്കും ആൽഫയുടെ വാല്യൂ 3 raised to 2 mod 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആയിട്ട് കിട്ടി. ദെൻ യൂസർ ബി ജനറേറ്റ് ചെയ്തു. YBയുടെ വാല്യൂ ആൽഫ റേസ് ടു XB മോഡ് Q 3 raised to 5 mod 7 ആകുമ്പോൾ 5 എന്ന് കിട്ടി. അപ്പോൾ YAയും YBയും കിട്ടി. അതുപയോഗിച്ച് ഇനി എന്ത് ചെയ്യണം? കീയുടെ വാല്യൂ ജനറേറ്റ് ചെയ്യണം. സോ കീയുടെ വാല്യൂ ജനറേറ്റ് ചെയ്ത് K is equal to YB⁻XA മോഡ് Qവും ദെൻ യൂസർ ബി YA⁻XB മോഡ് Q ഉപയോഗിച്ച് രണ്ടുപേർക്കും 4 എന്നുള്ള വാല്യൂ തന്നെ കിട്ടി. സോ ഇതാണ് ആ പ്രോബ്ലം. അപ്പോൾ ഇനി നമ്മുടെ ഡിഫി-ഹെൽമാൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് സെൻഡറിനും റിസീവറിനും ഒരു പ്രയർ നോളജ് ഉണ്ടാവണം എന്നില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഇൻസെക്യൂർ ചാനലിലൂടെ നടക്കാം, അതിന് പ്രശ്നമല്ല. അപ്പോൾ സീക്രട്ട് കീ സേഫ് ആയിട്ട് തന്നെ ഷെയർ ചെയ്യാനായിട്ട് കഴിയും. ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് സിമെട്രിക് എൻക്രിപ്ഷൻ ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കീ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടും കുറച്ചൊരു അൽഗോരിതമിക് രൂപത്തിൽ അല്ലെങ്കിൽ കുറച്ച് പ്രോസസ്സിങ് ആവശ്യമുള്ള രീതിയിലൊരു അൽഗോരിതം കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി സ്ലോവർ ആയിട്ട് നമ്മളുടെ അസിമെട്രിക് കീ എൻക്രിപ്ഷൻ സ്കീം മാറും. അതാണ് അവിടുത്തെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. ദെൻ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് ആണ്. സോ ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ആലിസും ബോബും രണ്ട് പാർട്ടീസ് തമ്മിൽ കീ ഷെയർ ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവർ ഈവ്സ്ഡ്രോപ്പ് ചെയ്യുന്ന ഒരാളാണ് ഡാർത്ത്. ഡാർത്ത് ഈസ് ലൈക്ക് ആൻ അറ്റാക്കർ എന്ന് പറയാം. അത് ഇവരുടെ ഈ കോൺവെർസേഷനൊക്കെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കറിയാം ആലിസ് എന്ത് ചെയ്യും? ആലിസിൻ്റെ കയ്യിൽ ഒരു പ്രൈവറ്റ് കീ ഉണ്ട്, അതൊരു പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ബോബും എന്തുണ്ട്? ബോബിൻ്റെ കയ്യിലൊരു പ്രൈവറ്റ് കീ ഉണ്ട്, അതിൻ്റെ പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ സപ്പോസ് നമ്മളുടെ കയ്യിലുള്ള ഡാർത്ത് എന്ന് പറയുന്ന അറ്റാക്കർ എന്ത് ചെയ്യുന്നു? അയാളുടെ കയ്യിൽ 2 പ്രൈവറ്റ് കീസ് ഉണ്ട്, XD1ഉം XD2ഉം. ദെൻ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇത് 2 പബ്ലിക് കീസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, YD1ഉം YD2ഉം എന്ന് പറഞ്ഞിട്ട്. ഇനി എന്താ ചെയ്യുന്ന? ഡാർത്ത് ആലിസ് ബോബിന് അയക്കുന്ന മെസ്സേജിനെ ഇന്റർസെപ്റ്റ് ചെയ്യും. അതായത് ആ മെസ്സേജിനെ അയാൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ കിട്ടിയ പബ്ലിക് കീ വാല്യൂ ഉപയോഗിച്ചിട്ട് അത് ആലിസിൻ്റെ സീക്രട്ട് കീ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ. ദെൻ ഇനി അടുത്ത എന്താ ചെയ്യുന്ന? ബോബ് എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ആലിസിന് ഒരു മെസ്സേജ്, അതായത് പബ്ലിക് കീ ഓഫ് ബോബ് അയച്ചു കൊടുക്കുമായിരുന്നു. ആ മെസ്സേജും ആര് ആക്സസ് ചെയ്യും? ഡാർത്ത് ആക്സസ് ചെയ്യും. എന്നിട്ട് ഡാർത്ത് എന്ത് ചെയ്യും? ഇവർക്ക് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ഒരു മെസ്സേജ്, അത് ഡാർക്ക് ക്രിയേറ്റ് ചെയ്ത ആ ഒരു പബ്ലിക് കീ വാല്യൂ ആയിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. സോ ഡാർത്ത് എന്താ ചെയ്യുന്ന? ആലിസിൽ നിന്ന് വന്ന YAക്ക് പകരം അത് YD1 ആണ് ബോബിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ബോബിൻ്റെ കയ്യിൽ നിന്ന് YBക്ക് പകരം അതെന്തായിരിക്കും? YD2 ആയിരിക്കും ആർക്ക് കൊടുക്കുന്നത്? ആലീസിന് കൊടുക്കുന്നത്. ഓക്കെ. ദെൻ ഇനി അടുത്ത എന്താ ചെയ്യുന്നത്? ഇപ്പം ബോബിൻ്റെ കയ്യിൽ നിന്ന് ഒരു YB കിട്ടിയിട്ടുണ്ട്, അതുപയോഗിച്ചിട്ട് കീ ഓഫ് ബോബും കൂടി കാൽക്കുലേറ്റ് ചെയ്യും. കീ ഓഫ് ബോബ്, സീക്രട്ട് കീ ടു കോൺവെർസേഷൻ വിത്ത് ബോബും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ അപ്പം ഈ ഡാർത്തിൻ്റെ കയ്യിൽ എന്തൊക്കെ കിട്ടി? ആലിസിൻ്റെയും ബോബിൻ്റെയും ഒരു സീക്രട്ട് കോൺവെർസേഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കീ ലഭ്യമായി. സോ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഫർദർ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ആ ഒരു
ഡേറ്റ ട്രാൻസ്മിഷൻ എന്നൊക്കെ ഹാക്ക് ചെയ്യാനും ആക്സസ് ചെയ്യാനും അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യാനൊക്കെ ഡാർത്തിന് ഇനി മുതൽ കഴിയും. സോ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമാണ് നമ്മളുടെ. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ നമ്മൾ പറയുന്ന പേരാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. അപ്പോൾ രണ്ടുപേർക്കും ഇടയ്ക്ക് ഒരു അറ്റാക്കർ ഇരുന്ന് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇനി നമുക്കിതിൻ്റെ എങ്ങനെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള ലോഗിൻ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ടോ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കോ അല്ലെങ്കിൽ HTTPS യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എൻക്രിപ്ഷൻ ഉള്ള ആക്സസ് പോയിന്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടോ ഒക്കെ ഈ ഒരു മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.